സർ, ഇവിടെ ഒരു മാഗസിനിൽ ഒരു പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ 7 വിദ്യാർത്ഥികളെയും അധ്യാപകന്മാരെയും പേരിൽ കേസെടുത്തു. അപ്പുറത്തുനിന്ന് VT ബാലറാം സ്വീകരിച്ച നിലപാടിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സർ, ഭരണപക്ഷത്ത് അപൂർവമായിട്ടുള്ള ഇത്തരം ശബ്ദങ്ങൾ ഉണ്ട് എന്നത് ഇപ്പോഴും നമുക്ക് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. മുമ്പ് AK ആന്റണിയെ പോലുള്ള ചില അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. അദ്ദേഹം ഇത് വിട്ടു. ആ സ്ഥാനത്ത് ബാലറാമിനെ പോലുള്ള ആളുകൾ കടന്നു വരുന്നത് സ്വാഗതം തന്നെയാണ്. സർ, അദ്ദേഹം പറഞ്ഞു അത് തെറ്റാണെന്ന് പറഞ്ഞു. സർ, ഉണ്ടായ സംഭവം എന്താ? സർ, അങ്ങ് ശ്രദ്ധിക്കണം. ഒരു മാഗസിനിൽ നെഗറ്റീവ് ഫേസസ് എന്ന തലക്കെട്ടിൽ നരേന്ദ്രമോദിയുടെ പടം നൽകി. നെഗറ്റീവ് ഫേസസ്, അതിൽ ഈ പടം നൽകിയെന്നതാണ് സർ അവിടെ ചെയ്ത കുറ്റം. മാഗസിൻ, അതിൻ്റെ പേരിൽ പ്രിൻസിപ്പലിൻ്റെയും സ്റ്റാഫിൻ്റെ പേരിൽ കേസ്. സർ, ഇത് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഇടപെട്ട് ആ കേസ് പിൻവലിക്കണം. സർ, നരേന്ദ്രമോദിയുടെ ഭരണം കേരളത്തിലെ പോലീസിനെ നടത്താൻ സമ്മതിക്കരുത്. സർ, നാഗപ്പൂരിൽ ഒരു IT എഞ്ചിനീയർ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ RSSകാർ അയാളെ കൊലപ്പെടുത്തി. വാട്സപ്പിൽ ഒരു അഭിപ്രായം പഠിപ്പിച്ചതിന്റെ പേരിൽ ആളെ കൊല്ലുന്ന രാജ്യത്ത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമില്ലെങ്കിൽ നമ്മുടെ നാട് എവിടെയാണ് സർ ചെന്നെത്താൻ പോകുന്നത്? സർ, ഞാൻ നിർത്താൻ പോവുകയാണ്. അഭിപ്രായം പറയാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യം സർ, അതിന് നേരെയുള്ള കടന്നാക്രമണമാണിത്. സർ, കേരളം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ പോലീസാകാൻ പാടില്ല, ഉമ്മൻചാണ്ടിയുടെ പോലീസായിരിക്കണം. സർ, ആ തലത്തിൽ വ്യത്യസ്തമായുള്ള നിലപാടുകൾ സ്വീകരിച്ചതിനെ കർശനമായി കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റ് കഴിയണം. സർ, ഒരു